VBY-ITI കൽപ്പകഞ്ചേരിയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രസൻറ്റേഷനിൽ ഇലക്ട്രോണിക് മെക്കാനിക്സ് സെക്കൻഡ് ഇയറിലെ മൈക്രോ കൺട്രോളർ എന്ന മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വിച്ച് പിൻ ഈസ് മാർക്ക്ഡ് ആസ് ദ മാസ്റ്റർ റീസെറ്റ് ദാറ്റ് ഈസ് RST function in microcontroller IC 8051. 8051 microcontroller ICയിൽ RST that is master reset മാർക്ക് ചെയ്തിട്ടുള്ളത് ഏത് പിന്നിലാണ്? ഓപ്ഷൻ പിൻ നമ്പർ 9, 20, 30, 40. നമുക്കറിയാം 8051 മൈക്രോകൺട്രോളർ ICക്ക് 40 പിന്നുകളാണ് ഉള്ളത്. ഇതിനെ 4 പോർട്ടുകളായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. P0, P1, P2, P3 എന്നിവയാണ് 4 പോർട്ടുകൾ. ഓരോ പോർട്ടിലും 8 പിൻസുകളുണ്ട്. അങ്ങനെ 32 പിൻസ്. ബാക്കി 8 പിന്നുകൾ സ്പെഷ്യൽ ഫംഗ്ഷൻ പിന്നുകളാണ്. ഈ 32 പിൻസ് IO പോർട്ട് ലൈൻസ് ആയിട്ടാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. അതിൽ തന്നെ 24 ലൈൻസ് ഡുവൽ പർപ്പസിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നു. ഓരോ ലൈൻസും ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടായിട്ടോ കൺട്രോൾ ലൈനായിട്ടോ അഡ്രസ്സ് അല്ലെങ്കിൽ ഡാറ്റ ബസ്സിൻ്റെ ഒരു പാർട്ടായിട്ടോ ഫംഗ്ഷൻ ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രിൻ്റർ, D2A കൺവേർട്ടർ പോലെയുള്ള പാരലൽ ഡിവൈസസിനെ ഇൻ്റർഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഓരോ ലൈൻസും യൂസ് ചെയ്യുന്നു. മാത്രമല്ല സിംഗിൾ ബിറ്റ് ഡിവൈസസ് ആയ LED, സ്വിച്ചസ്, ട്രാൻസിസ്റ്റർ, സോളിനോയിഡ്, മോട്ടോർ, ലൗഡ് സ്പീക്കർ തുടങ്ങിയ ഡിവൈസസുമായിട്ടും ഇൻ്റർഫേസ് ചെയ്യാനും ഉപയോഗിക്കുന്നുണ്ട്. ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് മാസ്റ്റർ റീസെറ്റ് RST മാർക്ക് ചെയ്തിട്ടുള്ളത് എത്രാമത്തെ പിന്നിലാണെന്നാണ്. പിൻ നമ്പർ 9ലാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ, പിൻ നമ്പർ 9. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ നെയിം ഓഫ് ഡിവൈസ് മാർക്ക്ഡ് X? ഈ പിക്ചറിൽ കാണുന്ന ഡിവൈസിൻ്റെ പേരെന്താണ്? CPU, IO പോർട്ട്, കൗണ്ടർ, ടൈമർ, RAM, ROM, അഡ്രസ്, ഡാറ്റ, കൺട്രോൾ ബസ്സസ് ഇതെല്ലാം അടങ്ങിയിട്ടുള്ളത് ഏതിലാണ്? കമ്പ്യൂട്ടറിലാണോ, മൈക്രോ കൺട്രോളറിലാണോ, മൈക്രോ പ്രോസസ്സറിലാണോ, ട്രാഫിക് ലൈറ്റ് കൺട്രോളിലാണോ? ആൻസർ ഓപ്ഷൻ ബി. പിക്ചറിൽ കാണുന്നത് മൈക്രോ കൺട്രോളറിൻ്റെ പിക്ചറാണ്. നെക്സ്റ്റ്, വിച്ച് സർക്യൂട്ട് യൂസസ് മൈക്രോ കൺട്രോളർ? ഏത് സർക്യൂട്ടിലാണ് മൈക്രോ കൺട്രോളർ യൂസ് ചെയ്യുന്നത്? കമ്പ്യൂട്ടേഴ്സ്, മൾട്ടിമീറ്റേഴ്സ്, മൈക്രോ പ്രോസസ്സർ, എംബഡഡ് സിസ്റ്റം. ഒരു എംബഡഡ് സിസ്റ്റത്തിലാണ് മൈക്രോ കൺട്രോളർ യൂസ് ചെയ്യുന്നത്. 8051 മൈക്രോ കൺട്രോളറിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇത് ഒരു 8-bit CPU, 4 KB ROM, 128 bytes of RAM memory, 32 IO lines, that is 4 ports with 8 each, 2 timers, 6 interrupt sources, ലോ കോസ്റ്റ് പെർ ചിപ്പ്. ഇത്രയും അടങ്ങിയിട്ടുള്ള ഒരു എംബഡഡ് സിസ്റ്റമാണ് 8051 മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വിച്ച് ഈസ് ഡെവലപ്ഡ് ടു ഓവർകം ദ ഡ്രോബാക്ക് ഓഫ് മൈക്രോ പ്രോസസ്സർ? ഒരു മൈക്രോ പ്രോസസ്സറിൻ്റെ ഡ്രോബാക്ക് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഏതാണ്? JFET, MOSFET, IGBT, മൈക്രോ കൺട്രോളർ. ഒരു മൈക്രോ കൺട്രോളറാണ് ഒരു മൈക്രോ പ്രോസസ്സിൻ്റെ ഡ്രോബാക്സ് ഓവർകം ചെയ്യാൻ വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഒരു മൈക്രോ പ്രോസസ്സറിൽ നിന്നും മൈക്രോ കൺട്രോളറിനുള്ള അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. മൈക്രോ കൺട്രോളർ ഹാസ് ലാർജ് നമ്പർ ഓഫ് രജിസ്റ്റേഴ്സ്, ദെർഫോർ ഇറ്റ് ഈസ് ഈസിയർ ടു റൈറ്റ് ദ പ്രോഗ്രാം ആസ് കമ്പയർഡ് ടു മൈക്രോ പ്രോസസ്സർ. ഒരു മൈക്രോ കൺട്രോളറിൽ ഒരുപാട് നമ്പർ ഓഫ് രജിസ്റ്റേഴ്സ് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ പ്രോഗ്രാം റൈറ്റ് ചെയ്യാൻ മൈക്രോ പ്രോസസ്സറിനെ അപേക്ഷിച്ച് ഇതിൽ ഈസി ആയിരിക്കും. സെക്കൻഡ് അഡ്വാൻറ്റേജ്, ലോ കോസ്റ്റ്. ഇതിന് കോസ്റ്റ് കുറവാണ്. സിൻസ് മെമ്മറി ആൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ട്സ് ആർ ഇൻറ്റേർണലി കണക്റ്റഡ്, ദെർഫോർ ദ സർക്യൂട്ട് ഈസ് സ്മോളർ കമ്പയർഡ് ടു മൈക്രോ പ്രോസസ്സർ. ഇതിൽ മെമ്മറി അതുപോലെ തന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട്സ് എല്ലാം ഇൻറ്റേർണലിയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. എന്നാൽ മൈക്രോ പ്രോസസ്സറിൽ ഇതെല്ലാം എക്സ്റ്റേണൽ ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മൈക്രോ പ്രോസസ്സറിനെ അപേക്ഷിച്ച് മൈക്രോ കൺട്രോളറിൻ്റെ സൈസ് വളരെ കുറവായിരിക്കും. സ്പീഡ് ഓഫ് എക്സിക്യൂഷൻ ഈസ് ഫാസ്റ്റർ. ഓപ്പറേഷൻ സ്പീഡ് മൈക്രോ കൺട്രോളറിൽ കൂടുതലാണ്.
ഇറ്റ് ഹാസ് ഗോട്ട് റാം, റോം, ഇൻപുട്ട്, ഔട്ട്പുട്ട്സ് ആൻഡ് അതർ പെരിഫറൽസ്. ഇതിൽ റാം മെമ്മറി, റോം മെമ്മറി, ഇൻപുട്ട്, ഔട്ട്പുട്ട്സ്, മറ്റു പെരിഫറൽ ഇൻ്റർഫേസസ് എല്ലാം അവൈലബിൾ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പാൻഡ് ദ അബ്രിവിയേഷൻ CISC യൂസ്ഡ് ഇൻ മൈക്രോ കൺട്രോളർ. മൈക്രോ കൺട്രോളറിൽ യൂസ് ചെയ്യുന്ന CISC അല്ലെങ്കിൽ സിസ്കിൻ്റെ എക്സ്പാൻഡഡ് ഫോം എന്താണ്? ഓപ്ഷൻസ്: കംപ്ലീറ്റ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടർ, കോമ്പാക്ട് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടർ, കോംപ്ലക്സ് ഇൻറ്റിജർ സെറ്റ് കമ്പ്യൂട്ടർ, കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടർ. CISC അല്ലെങ്കിൽ സിസ്ക് എന്ന് പറയുന്നത് മൈക്രോ കൺട്രോളറിൽ യൂസ് ചെയ്യുന്ന ഒരു സിംഗിൾ കമ്പ്യൂട്ടർ ചിപ്പാണ്. ഇതിൻ്റെ എക്സ്പാൻഡഡ് ഫോം എന്ന് പറയുന്നത് കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടറാണ്. ഈ പിക്ചറിൽ കാണുന്നതാണ് സിസ്ക് അല്ലെങ്കിൽ കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത, ഇതിൽ ഒരുപാട് ലോ ലെവൽ ഓപ്പറേഷൻസിനെ, അതായത് മെമ്മറിയിൽ നിന്നുമുള്ള ലോഡ്സ്, അരിത്തമാറ്റിക് ഓപ്പറേഷൻസ്, മെമ്മറി സ്റ്റോറേജ് പോലെയുള്ള മൾട്ടി സ്റ്റെപ്പ് ഓപ്പറേഷൻസിനെയോ അല്ലെങ്കിൽ അഡ്രസ്സിംഗ് മോഡ്സിനെയെല്ലാം ഒരു സിംഗിൾ ഇൻസ്ട്രക്ഷൻ വഴി എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു കമ്പ്യൂട്ടറാണ് കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ സിസ്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഇലക്ട്രോണിക് കമ്പോണൻറ്റ് ഈസ് കണക്റ്റഡ് ഇൻ പിൻ നമ്പർ 18 and 19 ഓഫ് ദി IC 8051 മൈക്രോ കൺട്രോളർ. 8051 മൈക്രോ കൺട്രോളറിൻ്റെ പിൻ നമ്പർ 18ലും 19ലും കണക്ട് ചെയ്തിട്ടുള്ള ഇലക്ട്രോണിക് കമ്പോണൻറ്റ് ഏതാണ്? ഓപ്ഷൻസ്: സെൻസർ, ക്രിസ്റ്റൽ ഓസിലേറ്റർ, റെസിസ്റ്റർ, സെനർ ഡയോഡ്. 8051 മൈക്രോ കൺട്രോളർ ICയുടെ പിൻ നമ്പർ 18 and 19. ഇതിൽ XTAL2, XTAL1, ദാറ്റ് ഈസ് ക്രിസ്റ്റൽ ഓസിലേറ്റർ 1, ക്രിസ്റ്റൽ ഓസിലേറ്റർ 2, രണ്ട് ക്രിസ്റ്റൽ ഓസിലേറ്റേഴ്സാണ് പിൻ നമ്പർ 18ലും 19ലും കണക്ട് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ബിറ്റ്സ് ആർ നമ്പേർഡ് ഫ്രം 00H to 7FH ഫോർ ജനറൽ പർപ്പസ് അഡ്രസ്സബിൾ ലൊക്കേഷൻസ് ഇൻ 8051 മൈക്രോ കൺട്രോളർ. 8051 മൈക്രോ കൺട്രോളറിൻ്റെ ജനറൽ പർപ്പസ് അഡ്രസ്സബിൾ ലൊക്കേഷൻസിൽ 00H മുതൽ 7FH വരെ എത്ര ബിറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര ബിറ്റ്സ് ഓഫ് നമ്പേഴ്സ് ഉണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ്: 32 ബിറ്റ്സ്, 64 ബിറ്റ്സ്, 128 ബിറ്റ്സ്, 256 ബിറ്റ്സ്. മൈക്രോ കൺട്രോളറിൻ്റെ ജനറൽ പർപ്പസ് രജിസ്റ്ററാണ്. ഇതിൽ 00 മുതൽ 7F, ഇത് ഹെക്സാ ഡെസിമൽ നമ്പറിലാണ് ഈ അഡ്രസ്സബിൾ ലൊക്കേഷൻസ് എല്ലാം ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. സോ 00 മുതൽ 7F വരെ എണ്ണി നോക്കുമ്പോൾ അറിയാൻ പറ്റും 128ാമത്തെ ബിറ്റാണ് 7F എന്ന് പറയുന്നത്. So the answer is 128 bits. Next question, which instruction set the accumulator specific instructions are grouped? ഏത് ഇൻസ്ട്രക്ഷൻ സെറ്റിലാണ് അക്യുമുലേറ്ററിൻ്റെ സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻസ് ഗ്രൂപ്പ് ചെയ്തിട്ടുള്ളത്? ഓപ്ഷൻസ്: ലോജിക്, അരിത്തമാറ്റിക്, ഡാറ്റ ട്രാൻസ്ഫർ, കൺട്രോൾ ട്രാൻസ്ഫർ. ഒരു 8051 മൈക്രോ കൺട്രോളറിൽ ഇൻസ്ട്രക്ഷൻസിനെ 5 ഗ്രൂപ്പാക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ഒന്നാമത്തത് ഡാറ്റ ട്രാൻസ്ഫറിങ് ഇൻസ്ട്രക്ഷൻസ് ആണ്. രണ്ടാമത്തത് അരിത്തമാറ്റിക് ഇൻസ്ട്രക്ഷൻ, തേർഡ് ലോജിക് ഇൻസ്ട്രക്ഷൻസ്, ഫോർത്ത് ബൂലിയൻ ഇൻസ്ട്രക്ഷൻസ്, ഫിഫ്ത്ത് പ്രോഗ്രാം ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻസ്. ഇതിൽ സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് ഗ്രൂപ്പ് ചെയ്തിട്ടുള്ളത് ഡാറ്റ ട്രാൻസ്ഫറിങ്ങിലാണ്. So the answer is data transfer. How many instructions available in the microcontroller family instruction set? Microcontroller family instruction സെറ്റിൽ എത്ര ഇൻസ്ട്രക്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്?
നമ്മൾ പറഞ്ഞു ഇൻസ്ട്രക്ഷൻസിനെ 5 ഗ്രൂപ്പാക്കി തിരിച്ചിട്ടുണ്ട്. എല്ലാ ഗ്രൂപ്പിലും കൂടെ മൊത്തം 49 ഇൻസ്ട്രക്ഷൻസ് ആണ് ഉള്ളത്. എണ്ണി നോക്കുമ്പോൾ അറിയാൻ പറ്റും മൊത്തം 49 ഇൻസ്ട്രക്ഷൻസ് ആണ് ഉള്ളത്. നെക്സ്റ്റ്, ഹൗ ദ ലോജിക് ഓപ്പറേഷൻസ് ആർ പെർഫോംഡ് ബൈ ദ MCS 51 ഫാമിലി മൈക്രോ കൺട്രോളർ. 8051 ഫാമിലി മൈക്രോ കൺട്രോളറിൽ ലോജിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? ഓപ്ഷൻസ്: ബിറ്റ് ഓപ്പറൻറ്റ്, ഓപ്പ് കോഡ് ഫോർമാറ്റ്, ഫംഗ്ഷൻ നിമോണിക്, ബിറ്റ് ആൻഡ് ബൈറ്റ് ഓപ്പറൻസ്. 8051 ഫാമിലി മൈക്രോ കൺട്രോളറിൽ ലോജിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത് ബിറ്റ്സ് ആൻഡ് ബൈറ്റ് ഓപ്പറൻസ് ആയിട്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ VCC സപ്ലൈ പിൻ നമ്പർ ഫോർ ദ മൈക്രോ കൺട്രോളർ IC 8051? 8051 മൈക്രോ കൺട്രോളറിൽ VCC സപ്ലൈ എത്രാമത്തെ പിന്നിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്? 40ാമത്തെ പിന്നിലാണ് VCC സപ്ലൈ കണക്ട് ചെയ്തിട്ടുള്ളത്. വാട്ട് ഈസ് ദ യൂസ് ഓഫ് മൈക്രോ കൺട്രോളർ? ഒരു മൈക്രോ കൺട്രോളറിൻ്റെ യൂസ് എന്താണ്? ഓപ്ഷൻസ്: സ്മോൾ സിസ്റ്റംസ്, ലാർജ് ആൻഡ് കോംപ്ലക്സ് സിസ്റ്റം, ജനറൽ പർപ്പസ് സിസ്റ്റം, ഓട്ടോമാറ്റിക്കലി കൺട്രോൾഡ് ഡിവൈസ്. ഇതിൽ ഏതാണ് ഒരു മൈക്രോ കൺട്രോളറിൻ്റെ യൂസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മൈക്രോ കൺട്രോളർ യൂസ് ചെയ്യുന്നത് ഒരു ഓട്ടോമാറ്റിക്കലി കൺട്രോൾഡ് ഡിവൈസ് ആയിട്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ബിറ്റ് ലെങ്ത് ഓഫ് അപ്കൗണ്ടിങ് ടൈമേഴ്സ് ഇൻ 8051 മൈക്രോ കൺട്രോളർ? 8051 മൈക്രോ കൺട്രോളറിൻ്റെ അപ്കൗണ്ടിങ് ടൈമറിൻ്റെ ബിറ്റ് ലെങ്ത് എത്രയാണ്? ഓപ്ഷൻസ്: 8 ബിറ്റ്സ്, 16 ബിറ്റ്സ്, 32 ബിറ്റ്സ്, 64 ബിറ്റ്സ്. ഒരു 8051 മൈക്രോ കൺട്രോളറിൻ്റെ അപ്കൗണ്ടിങ് ടൈമറിൻ്റെ ബിറ്റ് ലെങ്ത് എന്ന് പറയുന്നത് 16 ബിറ്റ്സ് ആണ്. What is the name of the section that counts a predefined number of processor clock pulses to generate a programmable delay? പ്രോഗ്രാമബിൾ ഡിലേ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പ്രോസസ്സറിൻ്റെ ക്ലോക്ക് പൾസ് കൗണ്ട് ചെയ്യുന്ന സെക്ഷൻ്റെ പേരെന്താണ്? ഓപ്ഷൻ: ടൈമർ, കൗണ്ടർ, ക്ലോക്ക് സിഗ്നൽ, ക്ലോക്ക് ജനറേറ്റ്. പ്രോഗ്രാമബിൾ ഡിലേ ജനറേറ്റ് ചെയ്യുന്ന പ്രോസസ്സറിൻ്റെ ക്ലോക്ക് പൾസ് കൗണ്ട് ചെയ്യുന്നത് ടൈമർ സെക്ഷനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സെക്ഷൻ ഈസ് IC 8051 ഈസ് റണ്ണിങ് ഓൺ എക്സ്റ്റേണൽ ക്ലോക്ക് സോഴ്സ്? 8051ൻ്റെ എക്സ്റ്റേണൽ ക്ലോക്ക് സോഴ്സ് റൺ ചെയ്യുന്ന സെക്ഷൻ ഏതാണ്? ഓപ്ഷൻ: ടൈമർ, കൗണ്ടർ, ക്ലോക്ക് സിഗ്നൽ, ക്ലോക്ക് ജനറേറ്റർ. കൗണ്ടർ സെക്ഷനാണ് 8051 മൈക്രോ കൺട്രോളറിൻ്റെ എക്സ്റ്റേണൽ ക്ലോക്ക് സോഴ്സായിട്ട് റൺ ചെയ്യുന്നത്. വാട്ട് ഈസ് ദ മാക്സിമം ഡിലേ പോസിബിൾ യൂസിങ് എ സിംഗിൾ 8051 മൈക്രോ കൺട്രോളർ ടൈമർ റണ്ണിങ് അറ്റ് 12 MHz ഫ്രീക്വൻസി? ഒരു സിംഗിൾ 8051 മൈക്രോ കൺട്രോളർ ടൈമറിൻ്റെ 12 MHz റണ്ണിങ് ഫ്രീക്വൻസിയിൽ വരുന്ന മാക്സിമം ഡിലേ എത്രയാണെന്നാണ്. ഓപ്ഷൻ: 8192 മൈക്രോ സെക്കൻഡ്, 16384 മൈക്രോ സെക്കൻഡ്, 32768 മൈക്രോ സെക്കൻഡ്, 65536 മൈക്രോ സെക്കൻഡ്. ആൻസർ ഈസ് ഓപ്ഷൻ ഡി, 65536 മൈക്രോ സെക്കൻഡാണ് ഒരു 12 MHz ഫ്രീക്വൻസിയിൽ റൺ ചെയ്യുന്ന 8051 മൈക്രോ കൺട്രോളറിന് വരുന്ന മാക്സിമം ഡിലേ. നെക്സ്റ്റ്, which is the timer input frequency for the 8051 microcontroller running at 12 MHz? 12 MHz ഫ്രീക്വൻസിയിൽ റൺ ചെയ്യുന്ന 8051 മൈക്രോ കൺട്രോളറിൻ്റെ ഇൻപുട്ട് ഫ്രീക്വൻസി എത്രയായിരിക്കും? 1 MHz, 2 MHz, 3 MHz, 4 MHz. 12 MHz
ഫ്രീക്വൻസിയിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു 8051 മൈക്രോ കൺട്രോളറിൻ്റെ ഇൻപുട്ട് ഫ്രീക്വൻസി എന്ന് പറയുന്നത്, ടൈമർ ഇൻപുട്ട് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1 MHz ആയിരിക്കും. What is the purpose of using divide by 12 network in 8051 microcontroller oscillator output to feed the timer? ടൈമറിലേക്ക് ഫീഡ് ചെയ്യുമ്പോൾ 8051 മൈക്രോ കൺട്രോളർ ഓസിലേറ്ററിൻ്റെ ഔട്ട്പുട്ടിനെ 12 നെറ്റ്വർക്ക് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ഓപ്ഷൻസ്: ക്ലോക്ക് സിഗ്നൽ, ആംപ്ലിഫയർ ഇൻപുട്ട് സിഗ്നൽ, ലോഡിംഗ് ഇനീഷ്യൽ വാല്യൂ, സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റർ. മൈക്രോ കൺട്രോളർ ഓസിലേറ്ററിൻ്റെ ഇൻപുട്ട് 1 MHzലേക്ക് ലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഔട്ട്പുട്ടിനെ 12 നെറ്റ്വർക്ക് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. In 8051, the oscillator output is divided by 12 using a divide by 12 network and then fed to the timer as the clock signal. 8051ൻ്റെ ഓസിലേറ്റർ ഔട്ട്പുട്ടിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ടൈമറിലേക്ക് ഫെഡ് ചെയ്യുന്നത് ക്ലോക്ക് സിഗ്നൽ ആയിട്ടാണ്. ദാറ്റ് മീൻസ് ഫോർ ആൻ 8051 റണ്ണിങ് അറ്റ് 12 MHz, the timer clock input will be 1 MHz. അങ്ങനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ടൈമർ ക്ലോക്കിൻ്റെ ഇൻപുട്ട് 1 MHz ആയിരിക്കും. ഈ 1 MHz ടൈമർ ക്ലോക്ക് ഇൻപുട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓസിലേറ്ററിൻ്റെ ഔട്ട്പുട്ടിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്.